ഹേ ഗായ്സ്, എല്ലാം കഴിഞ്ഞെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ വേണമല്ലോ. അതുകൊണ്ടൊരു കലാപരമായിട്ടുള്ള ഒരു ഫ്ലെക്സ് പിന്നെ കുറച്ച് പടക്കം എല്ലാം കൂടെ വാങ്ങിച്ച് പടക്കം നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഫ്ലെക്സ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ചെറിയ പണികളുണ്ട്. നമ്മളൊരു വണ്ടി സെറ്റ് ചെയ്തിട്ട് അതിൽ അവരെ കൊണ്ടുവരാനായിട്ടിരിക്കും. വെറും വണ്ടിയല്ല, കുറച്ച് വെറൈറ്റി ഉള്ള വണ്ടിയാണ്. പണി കൊടുക്കാനായിട്ട് നമ്മൾ പൂവും കാടെല്ലാം കൂടെ വെച്ച് ഈ വണ്ടിയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അവരെ വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ എല്ലാ പ്ലാനിങ് പോലെ നൈസിന് നമ്മൾ അവരെ വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് രണ്ടുപേരെ അങ്ങ് ഇറക്കി. നമ്മൾ പ്ലാവലയും ഈർക്കിലും വെച്ചുണ്ടാക്കിയ കിരീടം രണ്ടുപേർക്കും കൊടുത്തു. അവർ രണ്ടുപേരും തലയിലോട്ട് വെച്ചു. വണ്ടിയൊക്കെ സെറ്റാണ്, പക്ഷെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലാണ് ഇരിക്കണം. സ്റ്റാർട്ട് ആയാൽ മതിയായിരുന്നു. വണ്ടിയല്ലേ അങ്ങനെ വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി വിട്ടിടിച്ച് പോകാനായിട്ട് പോയി. നമ്മളങ്ങനെ വിടും. അങ്ങനെ നമ്മളെ ഫ്രണ്ടും ബാക്കിൽ എസ്കോർട്ടായിട്ട് പോയിട്ട് പതിയെയാണ് വണ്ടിയും കൊണ്ട് വന്നത്. വണ്ടി പിന്നെ സീനായതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് 1-2 റൗണ്ടൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വന്നു. അങ്ങനെ അവരെ വീട്ടിലോട്ടും കയറി. ഞാൻ നേരെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നമ്മൾ അടുത്ത റിസപ്ഷന്റെ പരിപാടിയാണ്, അതിന് പോകാൻ പോവുകയാണ്. ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് അകത്തോടെ ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ചയുണ്ട്. 2 സാധനങ്ങളോട് മെയിൻ ആയിട്ട് ഇരുന്ന് കഴിക്കാനായിട്ടിരിക്കുന്നു. ഒരു വാക്ക് പോലും പറയാതെ, അല്ലെങ്കിൽ ഫേക്ക്. എന്നിട്ട് പിന്നെ ഞാനും അമ്മീനോട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരുടെ നേരെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അവസാനം നമുക്കൊരു കേക്ക് കട്ടിങ് ആവാന്ന് പറഞ്ഞ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ആ കേക്ക് അങ്ങ് മുറിച്ചു. പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന്റെ ഇടയിൽ നല്ല മഴ പെയ്തു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ശരിയെന്നാ.